ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ സിലു ടോക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ സിലുവിൻ്റെയും ഗഫൂറിൻ്റെയും കഥകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോഴും നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലുവിന് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങേര് പോകുന്ന രംഗവും അതുപോലെ തന്നെ ഇങ്ങേരുടെ ആ ഒരു എന്താ പറയണ്ടത് ഭയങ്കരമായി ക്രൂരമായി പെരുമാറുന്ന രീതികളൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ പുറമേന്ന് കാണുന്നത് പോലെയല്ല. ഈ കഴിഞ്ഞ വർഷം 2025 നമ്മൾ കണ്ട ഒരു ഏറ്റവും വലിയൊരു ജോക്ക് തന്നെ ഇതാണ്. നമ്മളെല്ലാവരും മാതൃകാ ദമ്പതികളാണെന്ന് വിചാരിക്കുന്ന സിലുവും അതുപോലെ ഭർത്താവും, പിന്നെ ജിജി മാരിയോ എന്ന് പറയുന്ന വേറൊരു ടീമും. ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരുപാട് നന്മയുള്ളവരാണ്, നല്ല ജീവിതം നയിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ് എന്നൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴവരുടെ ഈ അടിച്ച് പിരിയൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സ്നേഹമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ പല കോപ്രായങ്ങളും കിട്ടുന്നു, പലതരത്തിലെന്ന് പറഞ്ഞാൽ ജനങ്ങളെ വഞ്ചിക്കുന്നു. ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണെന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ അവർ തന്നെ കുറേ ഉപദേശങ്ങൾ തരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ പോലും പ്രാവർത്തികമാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഉപദേശങ്ങളാണ് ഇവരൊക്കെ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക 40 മിനിറ്റ് 50 മിനിറ്റുള്ള ഒരു വീഡിയോ, ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ മാത്രമാണ് ഇവരുടെ വീട്ടിലുള്ള സന്തോഷം. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങളാണ്. ഇന്നലെ ഇപ്പോഴും ഗഫൂർ എന്ന് പറയുന്നവൻ്റെ യഥാർത്ഥ സ്വഭാവം ഇതാണ്. നമ്മളെല്ലാവരും കണ്ടില്ലേ, ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ കൂടെ എങ്ങനെയാണ് ഒരു സ്ത്രീ ജീവിക്കുക, എങ്ങനെയാണ് ഇവർക്ക് 5 മക്കളുണ്ടായത് എന്ന് പോലും എനിക്കറിയില്ല. അത്രമാത്രം ഒരു മനുഷ്യൻ, അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നലെ കണ്ടപ്പോഴിങ്ങനെ അതിശയമായി പോയി. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിലുള്ള തള്ളു കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ അറിയാ, ഉയ്യൻ്റെ മോനെ ഇവരൊക്കെ പോലെ ആകണം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയൊരു മനുഷ്യൻ ഒരു എന്താ പറയുക, ഒരു സ്ഥിരമായിട്ട് മദ്യപിച്ച് വരുന്നവരെ ഇങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്തൊരു മുന്തിയ ഇനം ഇത് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. അമ്മാതിരി ഒരു ഭയങ്കരമായിട്ടുള്ള മോശപ്പെട്ട ഒരു പ്രശ്നം ഇത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസും അതുപോലെ ഇങ്ങനെയുള്ളവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, ഇതൊന്നുമല്ല ജീവിതം. ഇവർ കാണിക്കുന്നത് മുഴുവൻ അഭിനയമാണ്. പല ഫാമിലി വ്ളോഗുകാരും കാണിക്കുന്നത് അഭിനയമാണ്. അതുപോലെ തന്നെ പല കുടുംബങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ എന്ന് പറഞ്ഞാൽ പളവള ഭയങ്കരമായിട്ട് നല്ല ഡ്രസ്സുകളും വണ്ടികളും ഇതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ വാൾപ്പയറ്റാണ് ഭാര്യയും ഭർത്താവും കൂടിയിട്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സമൂഹത്തെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. പറ്റിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും പൈസ എടുത്ത് ജീവിക്കുന്നതല്ല പറയുന്നത്. ഇതുപോലെ അഭിനയിച്ച് ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, ഇതാണ് ഞങ്ങളുടെ ജീവിതം, ഇത് പടച്ചോൻ്റെ അനുഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അത് കൊട്ടി ആഘോഷിക്കുന്ന ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾ പടച്ചോനെയോ ദൈവത്തിനൊന്നും കൂട്ടുപിടിക്കരുത്. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അഭിനയിച്ചു, അത്രമാത്രം എന്ന് പറഞ്ഞാൽ മതി. അത് മാരിയോ ആയാലും ശരി, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരായാലും ശരി. പക്ഷേ ഇവർ രണ്ടുപേരും ഒരു സാമ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ചില ചാരിറ്റികൾ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരൊക്കെ ചാരിറ്റിക്കാരാണ് ഇവരൊക്കെ. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ അകത്തൊരു വിരോധാഭാസം എന്ന് പറയുന്നത്. കാരണം ചാരിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാലോ, എന്ത് കാര്യവും നമുക്ക് മറച്ചു വെക്കാനുള്ള ഒരു നല്ല എളുപ്പമായ ഒരു സംഭവമാണ്. ഇപ്പോൾ സിലു ടോക്ക് ആണെങ്കിലും ചാരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ജിജി മാരിയോയിലും ചാരിറ്റി ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ അവരെ എന്തെങ്കിലും തരത്തിൽ വിമർശിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും പറയുന്നത്, നിനക്കവർ ആരാണെന്ന് അറിയോടാ, 10 പൈസ നീ സഹായം ചെയ്തിട്ടുണ്ടോടാ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോടാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചാടിക്കടിക്കാൻ വരുന്ന കുറേ ടീമുകൾ വേറെയുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെയൊന്നും വീഡിയോ കണ്ടിട്ട് നിങ്ങളാരും അനുകരിക്കരുത്. നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 4-5 മക്കളുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിജി മാരിയോനാണെങ്കിൽ 2 മക്കളുണ്ട്. എന്നിട്ടും ഇവരുടെ വീട്ടിലൊക്കെ ഇവർ കാണിക്കുന്ന ഫൈറ്റുകൾ, ജിജി മാരിയോൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവർ തന്നെ പുറത്തു വിട്ടതാണ്, ഭാര്യയും ഭർത്താവും കൂടി തെറ്റിയപ്പോൾ. അപ്പോൾ ഇങ്ങനെ പല കുടുംബങ്ങളിലും ഇതുപോലെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ആരും ഇവരെ കണ്ടിട്ട് പഠിക്കരുത്. ഇവരുടെ ജീവിതം ഇങ്ങനെയാണ്, ഇവരുടെ ജീവിതം ഇതുപോലെ അങ്ങ് പോകണം എന്നൊന്നും നമ്മൾ വിചാരിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. എന്തിനാണ് ഇങ്ങനെ സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്നത്? അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ 2 ആളെന്ന് പറഞ്ഞാൽ 2 ജീവിതത്തിലാണ് ഉള്ളത്. 5 മക്കളും ഈ സ്ത്രീയും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അയാളാണെങ്കിൽ എല്ലാം വിറ്റ് പൊറുക്കിയിട്ട് ഇപ്പോൾ ഗൾഫിലേക്ക് പോകാനാണ് നോക്കുന്നത്. ഇനി മാന്യതയുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അതായത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ പരസ്പരം ചളിവാരി എറിയാതിരിക്കുക. എന്തിനാണ് ഇങ്ങനെ എറിയുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ജീവിതം അങ്ങ് രണ്ടുപേരും വേണ്ടാന്ന് വെച്ചു. ഇനിയിപ്പോൾ ആ വെറുപ്പിൻ്റെ പാതയിൽ പോകാതെ അവനവൻ്റെ കാര്യം നോക്കി നിൽക്ക്.
അങ്ങേരുടെ വഴിക്കങ്ങ് വിട്. അതുപോലെ തന്നെ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ വഴിക്കങ്ങ് പോകുക. അല്ലാതെ ഓരോ ദിവസം അങ്ങേര് ചെയ്ത കാര്യങ്ങൾ ഇതാണ്. ഇന്നലെ ഈ സംഭവം പുറത്തു വിട്ടത് വേറെ ആരുമല്ല, ഇവര് തന്നെയാണ് പുറത്തു വിട്ടത്. അതുകൊണ്ടല്ലേ ഈ അടിക്കാൻ പോകുന്നതും തടുക്കാൻ പോകുന്നതൊക്കെ നമ്മൾ അറിഞ്ഞത്. അതിനു മുമ്പ് ഇപ്പം ഈ 12 മണിക്ക് ഇനി അവൻ്റെ ഒരു വീഡിയോ വരാനുണ്ട്. അതിലെന്താണ് ഇവൻ പറയുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവനെ ന്യായീകരിക്കുന്ന വേറെ എന്തെങ്കിലും ആയിരിക്കും, ഇല്ലെങ്കിൽ ഇവനെ ചെയ്തതായിരിക്കും, ഇല്ല ഇവനെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ചട്ടി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവും, അതൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. നമുക്കറിയില്ല. 12 മണിക്ക് ഇപ്പം ഭയങ്കരമായിട്ടുള്ളൊരു വീഡിയോ വരാനുണ്ട് എന്നാണ് ഇന്നലെ ഗഫൂർ പറയുന്നത്. ആ വീഡിയോ കണ്ടിട്ട് വേണം ഇനി അതിൻ്റെ വീഡിയോയും കൂടി എടുക്കാൻ. നമുക്കിതന്നെ പണിയാടുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവന്മാരിങ്ങനെ ഓരോ വീഡിയോ ഇറക്കും, അതിനെ പറ്റിയിട്ട് അഭിപ്രായം പറഞ്ഞ് നമ്മുടെ ജീവിതം തീരുമല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, 2 പേരും 2 ജീവിതമായി, 2 അടുക്കളയായി, 2 വീടായി, എല്ലാം വിറ്റ് പൊറുക്കിയിട്ട് പോവോ പോവാതിരിക്കോ വരുവോ വരാതിരിക്കോ എന്തോ ചെയ്യട്ടെ. ഇനി നമ്മൾ തമ്മിൽ അങ്ങ് മിണ്ടൂല, ഇനി നമ്മൾ തമ്മിൽ ഇതിനെപ്പറ്റി മിണ്ടൂല എന്നുള്ളൊരു നിലപാടെടുക്ക്. അല്ലാതെ ആർക്ക് വേണ്ടിയിട്ടാണ്, ആർക്കാ ഇതിനെ കൊണ്ട് ഗുണോ? ഈ സമൂഹത്തിന് ഇപ്പം നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? നിങ്ങൾ അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെ അനുഭവിക്കണം, അല്ലാതെ ഒരു മനുഷ്യനും വരൂല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴെന്ന് പറഞ്ഞാൽ ജീവിക്കുമ്പോഴേ ഒരകലം പാലിച്ച് ജീവിക്കുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ പോയിട്ട് ഷോ കാണിക്കരുത്. ഷോ കാണിച്ചു കഴിഞ്ഞാൽ പടച്ചോൻ പോലും പൊറുക്കൂല എന്നിപ്പോൾ മനസ്സിലായില്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യതയാണ്. അതുമാത്രം വ്ലോഗ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതോ ചാരി ചെയ്യുന്നതോ അത് വേറെ. നമ്മുടെ ജീവിതത്തിൽ കിടന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തൊലി ഉരിഞ്ഞു പോകുമായിരുന്നു. അമ്മാതിരി അവർ തമാശയാണ്, അവർക്ക് പൈസയാണ്, അല്ലെങ്കിൽ അവർക്ക് ഇതിനു വേണ്ടിയിട്ട് അവർ പറയുന്നതാണ്. പക്ഷേ അത് പറയുമ്പോഴും പടച്ചോനെ മറന്ന് അല്ലെങ്കിൽ ദൈവത്തിനെ മറന്ന് നമ്മളൊന്നും കളിക്കാൻ പാടില്ല. അതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങളായിരിക്കും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതുപോലെ മാതൃകാ ദമ്പതികൾ വന്ന് ആരും ചമയരുത്. കാരണം ഇവരെയൊക്കെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫൈറ്റുകളായിരിക്കും. ഇവരുടെ വീട്ടിൽ മാത്രമല്ല, ഈ വ്ളോഗേഴ്സിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല പറയുന്നത്, പല ആൾക്കാരുടെയും വീട്ടിൽ ഇത് തന്നെയാണ് സംഭവം. പുറമേന്ന് നോക്കുമ്പോൾ പിന്നെ എന്നാന്ന് മറ്റേ പാട്ടില്ലേ, പുറമേ അകലെ കാണുമ്പോൾ സുന്ദരമാം മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾക്ക് അതുതാൻ കാരാഗ്രഹം എന്ന് പറഞ്ഞ പോലെയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി മന്ദിരം, എന്താ മോനെ വീട്, അയ്യ അടിപൊളി വീട്, പക്ഷെ അകത്ത് അവിടെ ജയിലിനെക്കാട്ടിയും കഷ്ടമായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പലരുടെയും ജീവിതം ഇപ്പോഴും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ചളിവാരി എറിയൽ നിർത്തുക. ഗഫൂറിൻ്റെ വഴി, സിലുവിൻ്റെ വഴി, മക്കളെയും നോക്കിയിട്ട് സിലു ജീവിക്കുക. ഗഫൂർ ആണെങ്കിൽ എവിടെയെങ്കിലും പോയിക്കോട്ടെ, അയാൾ ഇനി കുറേ കടങ്ങളിൽ ചിലപ്പോൾ വരുത്തിക്കും, ഇല്ലെങ്കിൽ അയാൾക്ക് എന്താ പറയുക അയാളുടെ പ്രശ്നം തന്നെയാണ്. അല്ലാതെ വേറെ ആ സ്ത്രീയെ അങ്ങനെ കുറ്റമൊന്നും പറയാൻ കഴിയില്ല. അവരാണിപ്പോഴും ശരിക്കും അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയത്. ഈ 5 മക്കളെയും കൊണ്ട് അവർക്കിടയും പോകാനും പറ്റൂല. ഗഫൂറിന് പിന്നെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഗഫൂറിന് ഇനിയിപ്പോൾ നാളെ വേറെ ജീവിതം കിട്ടും, ആ ജീവിതമായിട്ട് അങ്ങ് പോവാം. അതുപോലെയാണല്ലോ ഇവിടെ എപ്പോഴും പെട്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോൾ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ഇത് അവതരിപ്പിക്കാതിരുന്ന് മാറി നിൽക്കുക. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിഷയങ്ങൾ ഇത്രയും വഷളാക്കിയത് നിങ്ങൾ 2 പേരും ഇത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഒരു മനുഷ്യന്മാർ അറിയില്ല, അവർ പറഞ്ഞാൽ മതി, അതായത് ഞങ്ങൾക്ക് ചെറിയ പ്രശ്നമുണ്ട് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഇങ്ങനെ പൊട്ടി തകർന്നപ്പോഴും ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും വഷളായത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും നന്മയുണ്ടായിരുന്നു നമ്മുടെ ഗഫൂർക്കാക്ക്. ഇന്നലെ ആ വീഡിയോ വന്നതോടുകൂടിയിട്ട് ആ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് താണുപോവുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഗഫൂർക്കാക്ക് വരെ ഇപ്പം ജീവിക്കാൻ വഴിയില്ലാതായി. ഏതായാലും ഇന്നത്തെ 12 മണിൻ്റെ വീഡിയോയിൽ എന്താണ് അങ്ങേര് പറയുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. പലപ്പോഴും എന്ന് പറഞ്ഞാൽ പലരും എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ ഹൈപ്പ് ചെയ്യുന്നില്ല. ഒന്ന് ഹൈപ്പും കൂടി ചെയ്ത് കളാം. ബൈ ബൈ.